ഉണ്ട് പച്ചക്കറി കാണിച്ചു കൊടുത്താൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്താണ്, നാട്ടിലെവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഇത് ജുബേത്ത് തന്നെയല്ലേ ഈത്തപ്പ? ജുബേത്ത് ഈത്തപ്പയാണ്. ഇവിടെ മസ്രയിൽ ഉണ്ടാകുന്ന സാധനമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടുന്ന് പോകില്ല. ഹലോ, ഡിസ്കോ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എല്ലാവരും ഇതിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ സൗദി അറേബ്യയിൽ ജുബയിലാണ് ജോലി ചെയ്യണത്. ഹയലിൽ നിന്നൊരു 100 സംതിങ് കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ സമയം 4 മണി 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നാട്ടിൽ നിങ്ങൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഷോപ്പ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ സൗദി അറേബ്യയിൽ നമ്മളെ ജുബയിലുള്ളൊരു ഷോപ്പ് കാണിച്ചു തരാവാ. ഇവിടെ നല്ല വളരെ നിറത്തിലും കളറിലൊക്കെ ആയിട്ടുള്ള പലതരം പച്ചക്കറികളുണ്ട്. പച്ചക്കറികൾ കാണിച്ചു കൊടുത്താൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെതാ ഫ്രൂട്ട്സ് ഇടാം. പിന്നെ ഈ വർഷം സീസണിൽ പുതിയ ഇറങ്ങിയ ഈത്തപ്പഴത്തിൻ്റെ പുതിയ സ്റ്റോക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര കിലോ ഉണ്ടാവും? ഏകദേശം 5 കിലോ ഉണ്ടാവില്ലേ? അങ്ങനെ ഇതുണ്ട്. ഫ്രൂട്ട്സ് കാണിച്ചു കൊടുക്കുക. നല്ല പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികൾ ഭയങ്കര നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഉള്ളൊരു ബോസാണ് കേട്ടോ. ബോസിനോട് ചോദിച്ചു നോക്കാം. ബോസ്, നിങ്ങളുടെ പേരെന്താണ്, നാട്ടിലെവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എൻ്റെ പേര് മുസ്തഫ. നാട്ടിലെ മലപ്പുറം മൂർക്കനാട്. മലപ്പുറം മൂർക്കനാട്, കുളത്തൂർ മൂർക്കനാട്. ഇവിടെ കുറെ വർഷമായി ജോലി ചെയ്യണ? ഇവിടെ തോന്നുന്നായിട്ടില്ല, ഒരു 10-19 ഒക്കെ ആയിട്ടുള്ളൂ. 19 കൊല്ലമായിട്ട് ജുബയില് മാത്രമായിട്ടില്ലേ? ഇവിടെ ജുബയില് വന്നാൽ പിന്നെ വേറെ എവിടേക്കും പോകില്ല ഒന്നുണ്ടല്ലോ ആൾക്കാർ. എന്താ സംഭവം? വന്നാൽ അത്രയും സുഖമാണ്. വേറെ ജുബയില് ജീവിച്ചവന് സിറ്റി പോയി ജീവിക്കാൻ കഴിയില്ല. സിറ്റി ലൈഫിനാണ് നല്ലത് ജുബയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാ ഈ പഴം എടുത്ത ഏത് രാജ്യത്ത് നിന്ന് വരുന്ന അറിയാം ഞങ്ങൾക്ക്? ഇത് ഏത് രാജ്യ? സൗദി. പല രാജ്യത്തു നിന്ന് വരുന്ന ഫ്രൂട്ട്സുകൾ ഉണ്ടാവും അല്ലേ? പച്ചക്കറികളുണ്ട്. മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കുക നമ്മളെ ഷോപ്പുകൾ. നമ്മൾ അത് പുതിയ ഇറങ്ങി വന്നേരല്ലേ? ഇത് ജുബേത്ത് തന്നെയല്ലേ ഈത്തപ്പ? ജുബേത്ത് ഈത്തപ്പയാണ്. ഇവിടെ മസ്രയിൽ ഉണ്ടാകുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു പച്ചക്കറി ഷോപ്പ്. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഫുള്ള് ഓരോ പാക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കൊണ്ടുപോകാൻ സുഖത്തിന്. അബൂദി ഇവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? भाई बंगाली बांग्लादेश है। कितना साल है इधर काम करते? 9 साल പറയുമ്പോൾ 9 വർഷമായിട്ട് ഇവിടെ ജുബയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടുന്ന് പോകില്ല. ഇപ്പം ജിദ്ദയിലും ഇവിടെയൊക്കെ ആണെങ്കിലും ഒക്കെ മിന്നൂല ആൾക്കാർ. ജുബയിലാണെങ്കിൽ പിന്നെ ജുബയിലാണ്. ഈ സാധനം എന്താണ് ആക്കാം? മത്താണ് ഈ ആണല്ലേ? ഒന്ന് കാണിച്ചു കൊടുത്താം. മസ്രിയ. ഇത് ഇവിടെ ജുബയിൽ തന്നെ ഉണ്ടാണോ? ഉണ്ടാണോ എനിക്കല്ലേ? ഇവിടെ കൂടുതലും ഇവിടെ തന്നെ ഉണ്ടാകുന്ന സാധനം കുറേ പേരല്ലേ? അതാ ഉള്ളിയൊക്കെ അതാ ചാക്കാക്കി വെച്ചിട്ടുണ്ട്. ലെമനുണ്ട്, ലൈമൂണുണ്ട്, കിയാറുണ്ട്. മൊത്തത്തിൽ ഇനി നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. ആ കാണുന്നുണ്ടോ? അവിടെയൊക്കെ മസറകളാണ്. അതൊക്കെയാണ് ഈത്തപ്പഴത്തിൻ്റെ മസറ കാണിക്കണത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ജുബത്തെ ഒരു ടൗണ് വരുന്നത് കേട്ടോ. വലിയ നമ്മളെ എൻ്റെ നാടായ പുൽപ്പറ്റൻ്റെ അത്ര വലുപ്പമുള്ളൊരു ചെറിയൊരു ഗ്രാമമാണ്. പക്ഷെ ഇവിടെ കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. പക്ഷെ നാട് ഇത്രയേ ഉള്ള അങ്ങാടി. ചെറിയ നമ്മളെ നാട്ടിലത്തെ റോഡിൻ്റെ വീതി കാണിച്ചു കൊടുത്താൽ ചെറിയ വീതിയുള്ള റോഡാണ്. ഇവിടെ ഇനി ഒരു ഓട്ടോ സ്റ്റാൻഡിലും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് നമ്മളെ നാടായി. കാണുന്നത് ബലദീയത്തെ സ്റ്റാഫുകൾ വന്നുകൊണ്ട് ചെടിക്ക് വെള്ളം നനച്ച് പോകണമാണ്. എന്നും വൈകുന്നേരം വന്ന് വെള്ളം അടിച്ച് പോകും. കാരണം ഈ സ്ഥലം വരെ ഡബിൾ റോഡാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് റോഡ് അങ്ങനെ ചെറുതായി വരികയാണ്. ഇവിടുന്ന് ചോട് ചെറുതായി പോവാം. അപ്പോൾ അതാണ് ഇപ്പോൾ ജുബനെ കുറിച്ച് കുറച്ച് കാണാനുള്ളത്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.